ശാലോം ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള തീർത്ഥാടനത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മേരിയെപ്പറ്റി പഠിച്ചു. മേരിയുടെ അമ്പലോത്ഭവം, അതുപോലെ തന്നെ മേരി നിത്യകന്യകയായിരുന്നുവെന്നും മേരിയുടെ ഈ ലോക ജീവിത അവസാനം സ്വർഗരാജ്യത്തിലേക്ക് മേരി എടുക്കപ്പെട്ടുവെന്നും ഉള്ള വിശ്വാസ സത്യത്തെപ്പറ്റിയായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത്. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് മേരിക്ക് സഭയിൽ നൂറ്റാണ്ടുകളിലൂടെ വിവിധ നാമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് വിവിധ നാമങ്ങൾ കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരടയാളമാണ്. സഭയിൽ മേരിയെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ അടയാളമായി സഭാമക്കൾ വിവിധ രീതിയിൽ വിവിധ സംബോധനകൾ കൊടുത്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മേരിയെ സ്വർഗരാജ്ഞി എന്ന് വിളിച്ചത്. ഇത് 3-ാം നൂറ്റാണ്ട് മുതൽ സഭാ പാരമ്പര്യത്തിൽ കാണുന്നുണ്ട്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ മറിയമ്മേ എന്ന് മേരിയെ സംബോധന ചെയ്തുകൊണ്ട് സഭാപിതാക്കന്മാരും സഭാധികാരികളും ഇതിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും മേരിയെ ഈ സംബോധനയിലൂടെ മേരിയുടെ ദൗത്യത്തെപ്പറ്റിയും മേരിയുടെ ഇന്ന് നമ്മൾ തിരുസഭയെ നയിക്കുന്ന ആ പ്രത്യേകമായ രീതിയെപ്പറ്റിയും വിശദീകരിക്കാറുണ്ട്. സ്വർഗീയ രാജ്ഞി നാം ചെല്ലുന്ന ജപമാലയിലെ ലുത്തിനിയായിൽ തന്നെ പലതവണ ആവർത്തിക്കുന്നുണ്ട് മേരിയെ രാജ്ഞിയായി, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അപ്പസ്തോലന്മാരുടെയും സമാധാനത്തിൻ്റെയും എല്ലാം രാജ്ഞി. ഈ പദത്തിലൂടെ മേരിയെ നമ്മൾ ഭാഗ്യവതി എന്നുള്ള പ്രവചനം നമ്മളിലൂടെ പൂർത്തിയാകുകയാണ്. മേരിയെ മഹിമപ്പെടുത്തുകയാണ്. അത് സ്നേഹത്തിൻ്റെ ഒരടയാളമാണ് തിരുസഭയിൽ. യേശുവിൻ്റെ അമ്മയായ മേരിക്ക് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി എന്ന നാമം കൊടുക്കുന്നുണ്ടല്ലോ. ഇതിന് ബൈബിളിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് ഒന്ന് പറയാമോ? ബൈബിളിൽ മേരിയെ ഒരിക്കലും രാജ്ഞിയായി വിളിക്കുന്നതായിട്ട് കാണുന്നില്ല. അതേസമയം മേരിയെ അമ്മയായി വിളിക്കുമ്പോൾ കുരിശിൽ കിടന്ന് അമ്മ എന്നും സ്ത്രീ എന്നും വിളിക്കുന്നുണ്ട്. ഒരിക്കൽ സ്ത്രീ എന്ന പദത്തിൻ്റെ അർത്ഥം ഹീബ്രുവിൽ എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിരുന്നു. അത് വളരെ വിശാലമായൊരർത്ഥമാണ്, സാർവത്രികമായ അർത്ഥമാണ്. അമ്മ എന്നർത്ഥമുണ്ട്, സഹോദരി എന്നർത്ഥമുണ്ട്, രാജ്ഞി എന്നർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മേരിയെ വിളിക്കുന്നത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ടാണ്. അതേപ്പറ്റി 2-ാം വത്തിക്കാൻ കൗൺസിലിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് സഭയുടെ പാരമ്പര്യമെന്നും എന്തുകൊണ്ടാണ് മേരിയെ രാജ്ഞി എന്നും വിളിക്കുന്നത്. ജന്മപാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും സ്വതന്ത്രയായിരുന്ന നിർമ്മലകന്യ ഈ ലോകവാസത്തിൻ്റെ അവസാനത്തിൽ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് ആരോഹിതയായി. ഇതിനു പുറമെ നമ്മുടെ കർത്താവ് അവളെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രാജ്ഞിയായി വാഴിച്ചു. ഇതാണ് വത്തിക്കാൻ കൗൺസിൽ തന്നെ ഔദ്യോഗികമായി പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രാജ്ഞിയായിട്ടാണ്. നമുക്കറിയാം എന്താണ് ഇതിന് പ്രധാനമായിട്ടും ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തുന്നതെന്ന്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 30 മുതൽ 34 വാക്യത്തിൽ വരാൻ പോകുന്ന ആ ദൈവരാജ്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ആ ഭാഗം ഒന്നെടുത്ത്. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതനിൽ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ജന്മം നൽകാൻ പോകുന്ന ആ ശിശു യേശുവിൻ്റെ രാജ്യത്തെപ്പറ്റിയാണ് പറയുന്നത്. അവസാനം ഇല്ലാത്ത ഒരു രാജ്യം, അതാണ്
സഭയും പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രാജ്ഞിയായി എന്ന്. ഇനി ആരാണ് മേരി? അത് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? മേരി രാജാവിൻ്റെ അമ്മയാണ്. നമുക്കറിയാം സാധാരണഗതിയിൽ ആരാണ് ഒരു രാജ്ഞി? ഒന്നുകിൽ രാജാവിൻ്റെ ഭാര്യയാകാം, രാജാവിൻ്റെ അമ്മയാകാം, രാജാവിൻ്റെ പുത്രിയാകാം. മേരിയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ നമ്മൾ നോക്കിയാലും എല്ലാ അർത്ഥത്തിലും മേരി രാജ്ഞിയാണ്. യേശു എന്ന രാജാവിൻ്റെ അമ്മയാണ്. പിതാവായ ദൈവം, സ്വർഗരാജ്യത്തിൻ്റെ ആ പിതാവ് മകളാണ്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. അപ്പോൾ മേരി സ്വർഗരാജ്യത്തിലെ ഈ പ്രപഞ്ചത്തിലെ രാജ്ഞിയാണ് എല്ലാ അർത്ഥത്തിലും. ദൈവശാസ്ത്രപരമായി മേരി രാജ്ഞി എന്ന് സംബോധന ചെയ്യുന്നത് മേരിയുടെ ദൈവമാതൃത്വത്തെയും അതുപോലെ തന്നെ മേരിക്ക് രക്ഷാകര കർമ്മത്തിൽ ദൈവം കൊടുത്ത ആ പ്രത്യേക ദൗത്യത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. യേശുവിൻ്റെ രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിതമാകുവാൻ വേണ്ടി മേരി ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റേതായ വലിയ ദൗത്യം നിർവഹിച്ചു. അതൊരമ്മയുടെ മാത്രമായിരുന്നില്ല, രാജ്ഞിയുടെ ഒരു റോളും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ആരാണ് രാജ്ഞി, രാജാവ്? നമുക്കറിയാം, പ്രജകളെ സംരക്ഷിക്കുന്നവരാണ്. മേരിയുടെ ദൗത്യം അതായിരുന്നു. തൻ്റെ പ്രിയപുത്രൻ സർവ്വലോകത്തിൻ്റെ രാജാവാണെന്ന് മനസ്സിലാക്കി ആ പുത്രന് സംരക്ഷണം നൽകിയവളാണ് മേരി. ബെത്ലഹേം മുതൽ ഈജിപ്തിലേക്കും ഈജിപ്തിൽ നിന്നും വീണ്ടും നസ്രത്തിലേക്കും പിന്നീടുള്ള ആ കർത്താവിൻ്റെ ജൈത്രയാത്രയിൽ മേരി എപ്പോഴും കൂടി ഉണ്ടായിരുന്നു. അതാണ് മേരിയെ രാജ്ഞിയാക്കിയത്. എത്രമാത്രം യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ, രക്ഷാകര കർമ്മത്തിൽ മേരി പങ്കുചേർന്നു, അത്രമാത്രം യേശുവിൻ്റെ രാജ്യത്വത്തിലേക്ക് മേരി അലിഞ്ഞു ചേരുകയായിരുന്നു. ഇതുകൊണ്ടാണ് ആ സ്ഥാനത്തെ ഓർത്തുകൊണ്ട് മേരിയുടെ സമർപ്പണ ജീവിതത്തെ കണ്ടുകൊണ്ട് സഭ മേരിയെ എന്നും രാജ്ഞിയായി കാണുന്നത്. അച്ഛൻ പറയുകയുണ്ടായി പരിശുദ്ധ മറിയം എന്ന് പറഞ്ഞ സ്വർഗീയ രാജ്ഞിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ മാതാവിൻ്റെ ദൗത്യം എന്താണ് രാജ്ഞി എന്ന നിലയിൽ? സ്വർഗരാജ്യത്തിൻ്റെ രാജ്ഞി. നമുക്കറിയാം, സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ രണ്ട് രാജ്യത്തെ കാണുന്നുണ്ട്. ഒന്ന് ഈ ലോകത്തിൻ്റെ രാജ്യം, ഒന്ന് സ്വർഗീയ രാജ്യം. ഈ ലോകത്തിൻ്റെ രാജാവ്, രാജ്ഞി, അത് അധികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. എന്നാൽ യേശുവിൻ്റെ രാജ്യമുണ്ട്, സ്വർഗീയ രാജ്യം. അവിടെ യേശു കൊണ്ടുവരുന്നത് സേവനത്തിൻ്റെ രാജ്യമാണ്, സമർപ്പണത്തിൻ്റേതാണ്. ഒരു ഗോതമ്പ് മണി നിലത്തഴിഞ്ഞ് വീഴുന്നത് പോലെ അഴിയാനും മുളയ്ക്കുവാനും ഫലം പുറപ്പെടുവിക്കാനുമുള്ള ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ രാജ്യമാണ് യേശുവിൻ്റെ രാജ്യം, സ്വർഗരാജ്യം. മേരി ഈ സ്വർഗരാജ്യത്തിൻ്റെ രാജ്ഞിയാണ്. മേരിക്കൊരു ദൗത്യമുണ്ടായിരുന്നു. എന്താണ്? യേശു പരമേൽപ്പിച്ച ദൗത്യം, തൻ്റെ പുത്രനെ, തൻ്റെ പുത്രൻ്റെ രാജ്യത്തെ പ്രഘോഷിക്കുവാൻ. അതായിരുന്നു, അതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു മേരി സ്ലിഹന്മാരുമൊത്ത് പ്രാർത്ഥനയിൽ ഒന്നിച്ച് ചെലവഴിച്ചത്. അവരെ പ്രഘോഷിപ്പിക്കുവാൻ, പ്രചോദിപ്പിക്കുവാൻ, അവർക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാൻ മേരിയുടെ സാന്നിധ്യം അവിടെ ആവശ്യമായിരുന്നു. ഇതായിരുന്നു മേരിയുടെ ഏറ്റവും വലിയ ദൗത്യം. വീണ്ടും മേരി തൻ്റെ ജീവിതത്തിലൂടെ സഭയെ പ്രതീക്ഷയിലേക്ക് നയിക്കുകയാണ്. കഷ്ടപ്പാടിലൂടെയും വേദനയിലൂടെയും എല്ലാം കടന്നുപോയ മേരി വിശ്വാസത്തിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം പ്രാപിക്കുകയാണ്. ഇതാണ് തിരുസഭ മക്കൾക്കും മേരി കാണിച്ചു തരുന്നത്. ഒരു രാജ്ഞി എന്ന നിലയിൽ മേരി ഭരിക്കുകയല്ല, മേരി നയിക്കുകയാണ്. മേരി സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാട്ടുകയാണ്. സേവനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീക്ഷയുടേതും എല്ലാം. ആ രാജ്ഞിപദം സ്വീകരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും കുരിശിൻ്റെ ചുവട്ടിലാണ്. തൻ്റെ തിരുക്കുമാരൻ കുരിശിൽ കിടന്ന് പിടയുമ്പോഴും തൻ്റെ വിശ്വാസം മറ്റുപോയില്ല, തൻ്റെ പ്രതീക്ഷ നശിച്ചു പോയില്ല.
തൻ്റെ സമർപ്പണം ആ പ്രിയപുത്രനോട് ഉത്തരണ്ടായിരുന്നു. ഇതാണ് മേരിയെ രാജ്ഞിയാക്കി തീർക്കുന്നത്. ഇതിൻ്റെ സമ്മാനമായിരുന്നു യേശു വിളിച്ചത് സ്ത്രീ എന്നും പിന്നീട് അമ്മയെന്നും പറഞ്ഞ് എനിക്ക് നിങ്ങൾക്കുമായി നൽകിയത്. അതായിരുന്നു രാജ്ഞിപദം മേരിയുടെ. ഏറ്റവും പ്രധാനമായി മേരിയുടെ രാജ്ഞിപദം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തന്നെ മഹിമയാണ്. ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മകളായ മേരി ആ ത്രിത്വത്തിൻ്റെ രണ്ടാമത്തെ ആളായ യേശുവുമായി രക്ഷാകര കർമ്മത്തിൽ പൂർണ്ണമായി സഹകരിച്ചു, സഹരക്ഷകയായി തീർന്നു. ഇതുകൊണ്ടാണ് സഭയുടെ ആരംഭകാലം മുതൽ തന്നെ മേരിയെ സ്വർഗീയ രാജ്ഞി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുവഴി മേരി നമുക്ക് നൽകുന്നത് സ്വർഗീയ മഹത്വത്തെപ്പറ്റിയുള്ള പാഠമാണ്. എപ്രകാരം നാം യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ, ആ വചനത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾക്കെല്ലാവർക്കും ഈ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗരാജ്യത്തിൻ്റെ പ്രജകളാകുവാനുള്ള ഭാഗ്യം ഉള്ളവരാണ് എന്ന് മേരി സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. ഇതാണ് സ്വർഗരാജ്ഞി എന്ന് മേരിയെ വിളിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ പ്രത്യേകമായ ബന്ധം, മേരി കാണിച്ചു തരുന്ന ആ മാതൃക. ഇതുകൊണ്ടാണ് മേരിയെ സ്വർഗരാജ്ഞി എന്ന് നമ്മൾ വിളിക്കുന്നത്. അച്ഛാ, എപ്രകാരമാണ് മേരി രാജ്ഞി എന്ന സ്ഥാനപദവിക്ക് അർഹയായിത്തീരുന്നത്? ഇതേക്കുറിച്ച് സഭാപഠനം എന്താണ്? മേരി എപ്രകാരമാണ് രാജ്ഞിയായി തീരുന്നത്? അതിൻ്റെ അടിസ്ഥാനം നാം മുമ്പ് പഠിച്ച മേരിയുടെ അമലോത്ഭവം തന്നെയാണ്. അതായത് ദൈവം മേരിയെ തിരഞ്ഞെടുത്ത് പരമപരിശുദ്ധിയായി തിരഞ്ഞെടുത്ത് ആ നിമിഷം മുതൽ മേരി രാജ്ഞിയാണ്. ആ രാജ്ഞി പദം മേരി സ്വീകരിക്കുന്നു. ആ രാജ്ഞി പദത്തോട് മേരി പൂർണ്ണമായി സഹകരിക്കുന്നു. ഇതാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്, പല സ്ത്രീകളെയും കാണുന്നുണ്ട്. രാജ്ഞിയായിരിക്കുന്നവർ, രാജ്യം ഭരിച്ചവർ, പ്രവചനം നടത്തിയവർ. എന്നാൽ അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി മേരിയുടെ രാജ്ഞി എന്ന ആ ദൗത്യം, ആ പദവി ക്രിസ്തുവുമായി ബന്ധപ്പെട്ടാണിരുന്നത്. ക്രിസ്തു കേന്ദ്രീകൃതമാണ്. യേശു എന്ന രാജാവിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു പദമാണ് മേരിക്കുള്ള രാജ്ഞി പദം എന്നത്. കാരണം ക്രിസ്തുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേരുക, യേശുവിൻ്റെ സ്വർഗാരോപണത്തിന് ശേഷം യേശു സ്ഥാപിച്ച സഭയിൽ ചൈതന്യമായി, ജീവനായി, പ്രകാശമായി മേരി ഒരു രാജ്ഞിയായി സഭയെ നയിക്കുന്നു. അതുകൊണ്ടാണല്ലോ മേരി രക്ഷാകര പദ്ധതിയുടെ അമ്മയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന നവസുവിശേഷവൽക്കരണത്തിൻ്റെ അമ്മയായിട്ടും മേരിയെ അവരോധിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇന്ന് സഭയിൽ യേശു നൽകിയ ആ ദൗത്യം പൂർത്തിയാകണമെങ്കിൽ അവിടെ മേരി എന്ന രാജ്ഞിയുടെ ചൈതന്യവും ആ മേരി എന്ന രാജ്ഞിയുടെ സംരക്ഷണവും ആവശ്യമാണ്. കാരണം മേരിയുടെ ഈ രാജ്ഞിപദത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള പൂർണ്ണമായ ശിഷ്യത്വമായിരുന്നു. ഏറ്റവും യേശുവിനെ അടുത്തനുകരിച്ച ശിഷ്യയായിരുന്നു മേരി. എന്താണ് മേരിയെ രാജ്ഞിപദത്തിൽ യോഗ്യയാക്കി തീർത്തത്? അത് ലൂക്കായുടെ സുവിശേഷത്തിൽ നാം മനസ്സിലാക്കുന്ന ഇതാണ്. മേരി പറയുന്നുണ്ടല്ലോ, ഇതാ കർത്താവിൻ്റെ ദാസി. ഇവിടെയാണ് ലോകത്തിലെ രാജ്ഞിയും സ്വർഗരാജ്ഞിയും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിലെ ഒരു രാജ്ഞിയും ദാസിയായി കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അവർ എപ്പോഴും രാജ്ഞിയായി അധികാരപൂർവ്വം ഭരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ മേരി എന്ന രാജ്ഞി പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി. കർത്താവിൻ്റെ ഇംഗിതത്തിനായി പൂർണ്ണമായി വിട്ടുകൊടുത്ത് എളിമയും വിശ്വാസവും സമർപ്പണവുമായിരുന്നു മേരിയെ രാജ്ഞിയാക്കി തീർത്തത്. ഇതാണ് സ്വർഗരാജ്യത്തിൻ്റെ രാജ്ഞി എന്ന് നാം വിളിക്കുന്നതും തിരുസഭയുടെ രാജ്ഞി എന്ന് വിളിക്കുന്നതും. സഭാപഠനവും ഇതാണ് ചെയ്യുന്നത്. മേരി രാജ്ഞിയായിക്കൊണ്ട് സഭയെ ഓരോ ദിവസവും ഈ തീർത്ഥാടനത്തിൽ, സ്വർഗീയ തീർത്ഥാടനത്തിൽ നമ്മെ നയിക്കുന്നു, നമുക്ക് മാതൃക തരുന്നു, നമുക്ക് പ്രചോദനം നൽകുന്നു. ഇതാണ് മേരിയുടെ ദൗത്യം. അച്ഛാ, ക്രിസ്തു കേന്ദ്രീകൃതമാണ് പരിശുദ്ധ അമ്മയുടെ
രാജ്ഞി പദം അതൊന്ന് വിശദമാക്കി തരാമോ? സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് യേശുവിനെ രാജാവായി യേശു തന്നെ വെളിപ്പെടുത്തുന്നതും മറ്റുള്ളവർ പ്രഘോഷിക്കുന്നതും. അതാണ് ഓശാന ഞായറാഴ്ച നാം ആഘോഷിക്കുന്നത്. യേശുവിനെ രാജാവായി ജനങ്ങൾ പ്രഘോഷിക്കുന്നു. യേശു തന്നെ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ആഗതമായിരിക്കുന്നു. ആ രാജ്യത്തിലേക്കാണ് നമ്മെ എല്ലാവരും ക്ഷണിക്കുന്നത്. മേരി യേശുവിൻ്റെ അമ്മയെന്ന നിലയിൽ ഈ രാജ്യത്തിലെ അംഗമാണ്. അതോ അതേസമയം തന്നെ ക്രിസ്തുവിനോട് എത്രമാത്രം ഒന്നിച്ചു ചേർന്നോ അത്രമാത്രം മേരിക്ക് ആ രാജ്ഞിപദം ലഭിക്കുകയാണ്. കാരണം എന്താണ്? യേശുവിൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത അത് സേവനമാണ്, അത് സ്നേഹമാണ്, വിശ്വാസാധിഷ്ഠിതമാണ്. ഈ 3 കാര്യത്തിലും മേരിയുടെ ജീവിതം പൂർണ്ണമായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസം, മറ്റുള്ളവരിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനം, തൻ്റെ പുത്രനെ ഏൽപ്പിച്ച ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിനുള്ള സമർപ്പണം. ഇതുകൊണ്ടാണ് യേശു എന്ന രാജാവിനെ ആശ്രയിച്ചുകൊണ്ടാണ് മേരി എന്ന രാജ്ഞിയുടെ ആ പദം നമ്മൾ കൊടുക്കുന്നതും മേരിയോട് പ്രാർത്ഥിക്കുന്നതും. മറ്റേത് സൃഷ്ടികളെക്കാളും ഉന്നതിയായിട്ടാണ് മേരിയെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതാണ് മേരി അമലോത്ഭവ എന്ന് നാം വിളിച്ചതും. മറ്റേത് സൃഷ്ടിയെക്കാളും യേശുവിനോടൊപ്പം രക്ഷാകര കർമ്മത്തിൽ പങ്കുചേർന്നതും മേരിയാണ്. മറ്റേതൊരു വ്യക്തിയെക്കാട്ടിൽ കൂടുതൽ യേശുവിനോടൊപ്പം അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നതും മേരിയാണ്. ഇതാണ് മേരിയെ ഈ സ്വർഗീയ മഹിമയ്ക്കും ഈ ഉന്നതമായ പേരിനും അർഹയാക്കി തീർത്തത്. ഇതിനും തിരുസഭ നമുക്ക് മാതൃകയാകുകയും ഒരടയാളമായിട്ടും പ്രതീകമായിട്ടും മേരിയെ തരികയാണ്. സ്വർഗീയ രാജ്ഞിയായിക്കൊണ്ട് ആ അമ്മയെ അനുകരിക്കുവാനും അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള ഒരു ചൈതന്യവും മാതൃകയുമാണ് പരിശുദ്ധ കന്യാമറിയം. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുമായിരിക്കും, എന്തിന് യേശുവിൻ്റെ അമ്മയ്ക്ക് ഈ രാജ്ഞിപദം നൽകിയെന്ന്. നമ്മളുടെ വിശ്വാസം ഇതാണ്: കർത്താവ് ഈശോമിശിഹായുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടിയായിക്കൊണ്ട് മനുഷ്യ മക്കൾക്ക് വേണ്ടി പിതാവിൻ്റെ പക്കൽ എന്നും മധ്യസ്ഥം അപേക്ഷിക്കുന്ന അമ്മയായി, രാജ്ഞിയായി മേരി വാഴുന്നു. ഈ ഒരു സത്യം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും പ്രതീക്ഷ നിറഞ്ഞതുമായ ഒരു സത്യമാണ്. ഈ സത്യത്തിലേക്കാണ് നമ്മുടെ ഈ പഠനം നമ്മെ നയിക്കുന്നതും. അതുകൊണ്ട് നമുക്ക് യേശു നൽകിയിരിക്കുന്ന ആ അമ്മയെ, രാജ്ഞിയെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും രാജ്ഞിയായി അമ്മ വാഴട്ടെ. അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥം, സംരക്ഷണം ഒരു രാജ്ഞി എന്ന നിലയിൽ നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള ഈ തീർത്ഥയാത്ര ഏറ്റവും മനോഹരമായും സന്തോഷപരമായും നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ എന്ന ആ രാജ്ഞി നമ്മുടെ കുടുംബത്തിൻ്റെ രാജ്ഞിയായി വാഴട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ.
പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ, മക്കളെ കാക്കുന്ന മരിയാമ്പിക, ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ, ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.